ചില പ്രശ്നം എന്ന് പറഞ്ഞവര് ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ഫരിസയരെയും നിയമത്തിനെയും കുറിച്ച് അവര് വിമർശിച്ച് പറയുന്നതാണ് നമ്മൾ കേട്ടത്. ഈശോ പറയുകയാണ്, നിങ്ങൾ അവർ പറയുന്നതെല്ലാം അനുസരിച്ച്, പക്ഷെ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുതെന്ന് പറയുകയാണ്. കാരണം എന്താണ്? അവർ മോശയുടെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊക്കെ നിങ്ങൾ അനുസരിച്ചു, പക്ഷെ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. കാരണം അവരുടെ ജീവിതം ദൈവത്തിന് മുമ്പിൽ അത്ര പ്രീതികരമായതൊന്നുമില്ല. ഒരുപക്ഷെ മനുഷ്യരുടെ മുമ്പിൽ പ്രീതികരമായതായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ അവർക്ക് ഇത്തിരി വിലയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈശോ പറയുകയാണ്, അവർക്ക് ദൈവത്തിന് മുമ്പിൽ വലിയ വിലയൊന്നുമില്ല. കാരണം എന്താണ്? അവര് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നൊന്നുമില്ല. കാര്യമായിട്ട് അവര് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നൊന്നുമില്ല. അവര് വിരുന്നുകളിൽ പ്രധാന സ്ഥാനവും അതുപോലെ തന്നെ സിനഗോഗുകളിൽ പ്രധാന പീഠവും അവര് ആഗ്രഹിക്കുന്നു. നഗരവേദികളിൽ ചെല്ലുമ്പോൾ അവർക്ക് അഭിവാദനം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നൊന്നുമില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തില് ദൈവം നൽകിയ ഒരു വില അവർക്കുണ്ട്. അല്ലെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവര്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അവർക്കൊരു നിലവിലയൊക്കെയുണ്ട്. പക്ഷെ അവരവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ജീവിതമോ, അല്ലെങ്കിൽ അവരുടെ പദവിക്കൊത്ത്, അല്ലെങ്കിൽ അവരുടെ ദൈവം കൊടുത്തിരിക്കുന്ന ആ ഒരു അനുഗ്രഹത്തിനൊത്ത ഒരു ജീവിതമൊന്നും അവർക്കില്ല എന്ന് ഈശോ സുവിശേഷത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നിയമത്തിനെയും ഫരിസയരെയും കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്കും ഒന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അതിന് യോജിച്ച ജീവിതമാണോ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ ഈ പറയുന്ന ഞാനൊരു വൈദികനാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അധ്യാപികയോ മറ്റെന്തെങ്കിലും ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന ഈ പദവി ഇതിനനുസരിച്ച ഒരു ജീവിതമാണോ, ഇതിന് യോജിച്ച ഒരു ജീവിതമാണോ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത്? ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.